الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. സൂറത്ത് ആറാഫിൽ നിന്ന് ഏതാനും വചനങ്ങളാണ് തുടക്കത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഈ ഖുത്ബയിലൂടെ അല്പം ഗൗരവമുള്ള ചില വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കുകയും തൻ്റെ ജീവിതത്തിലേക്ക് ഖുർആൻ നൽകുന്ന വെളിച്ചത്തെ വെളിച്ചമായി കരുതുകയും അതിനെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്നവർക്കാണ് അല്ലാഹു ഹിദായത്ത് നൽകുക. പടച്ചതമ്പുരാൻ നമ്മളോട് ഇന്നത് ചെയ്യണം എന്ന് അല്ലാഹു പറഞ്ഞാൽ അല്ലാഹു പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഇന്നത് ചെയ്തു തരും. ഒരു ഉദാഹരണം പറയാം. ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഖുർആൻ വളരെ ഗൗരവമായി പറയുന്ന ഒരു കാര്യമാണ്. ഇത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. നീ അല്ലാഹനെ സൂക്ഷിച്ച് ജീവിച്ചാൽ ഒരു മഖ്റജ്, ഒരു തുറവി, ഒരു ഉപജീവന മാർഗം, മുന്നോട്ട് പ്രയാണം ചെയ്യാനുള്ള മാർഗം അല്ലാഹ് തരുന്നതാണ്. അല്ലാഹ് ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല. അതാണ് ഒന്നാമതായി നമ്മൾ ഓർക്കേണ്ട കാര്യം. ഇത്തഖില്ല, നീ അല്ലാഹനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലഹു, അവൻ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും. എന്തുണ്ടാക്കിത്തരും? തീർച്ചയായും നിനക്ക് ഒരു മാർഗം, ഒരു വഴി ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് ഇത്തഖില്ല ഹൈസുമാ കുന്ത്, നീ എവിടെയായിരുന്നാലും അല്ലാഹനെ സൂക്ഷിക്കുക. എവിടെയായിരുന്നാലും അല്ലാഹനെ സൂക്ഷിക്കുക. അപ്പൊ അല്ലാഹനെ സൂക്ഷിച്ചാൽ തീർച്ചയായും ഒരു വഴി തുറന്നു തരും എന്നത് പടച്ചവന്റെ വാഗ്ദാനമാണ്. അല്ലാഹു ഒരിക്കലും സദ്വൃത്തരായ ആളുകളുള്ള നാടിനെ ഒരിക്കലും നശിപ്പിക്കില്ല. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, എത്ര നല്ല നാട്, എത്ര നല്ല റബ്ബ്, അവരുടെ റബ്ബ് എത്ര നല്ല റബ്ബ്, അവരുടെ നാട് എത്ര പരിശുദ്ധം എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ, സൂറത്ത് ആറാഫ് 7-ാം അധ്യായമാണ്. അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ്. മനോഹരമാണ്. അതിൻ്റെ ആ ഖിറാഅത്ത് പോലും അത്ര ഗംഭീരമുള്ള ഒരു അധ്യായമാണ്. അധ്യായത്തിൻ്റെ 96-ാമത്തെ വചനം മുതൽ 99 വരെയുള്ള വചനമാണ് ഞാനിവിടെ തുടക്കത്തിൽ ഉദ്ധരിക്കുന്നത്. ശരിക്കും അതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ ഇന്ന് പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അല്ലാഹു പറയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ, ആ പട്ടണവാസികൾ, ആ ഗ്രാമവാസികൾ, അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവർ, ഒരു നാട് ഏതോ ആവട്ടെ, ഏതോ നാട് ഭൂമിയിലെ ആ നാട്ടിലുള്ളവർ, നാട് എന്ന് നമ്മൾ ആ നാട്ടുകാര്, ഈ നാട്ടുകാര്, മറുനാട്ടുകാര് എന്നൊക്കെ നമ്മൾ പറയും. മറുനാട്ടിലുള്ളവര്, പുറം നാട്ടുകാര് എന്നൊക്കെ നമ്മൾ ഭാഷാപരമായി ഉപയോഗിക്കും. ഇവിടെ അല്ലാഹു പറയുന്നത്, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു,
ആ ഗ്രാമവാസികൾ, ആ പട്ടണവാസികൾ അല്ലെങ്കിൽ ആ നാട്ടിലുള്ളവർ വിശ്വസിക്കുകയും വത്തഖവും തഖ്വ കൈക്കൊള്ളുകയും ചെയ്താൽ, രണ്ട് കാര്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒരു നാട്, ആ നാട്ടിലുള്ള ആളുകൾ വിശ്വസിക്കണം, അല്ലെ ആ വിശ്വാസത്തിൽ നുൽമ കലരാതിരിക്കുകയും വേണം. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്, അല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. ശരിക്കും നിർഭയത്വം ആർക്കാണ്? ശിർക്ക് കലരാത്തവർക്കാണ് നിർഭയത്വം. ശരിക്കും നമ്മളൊക്കെ മനസ്സിലാക്കുന്ന, എല്ലാവരുടെ കയ്യിൽ AK-47 ഉണ്ട്, എല്ലാവരും കരാട്ടയും കളരിയും ഒക്കെ പഠിച്ചവരാണ്, നല്ല ആരോഗ്യമുള്ളവരാണ്. 1 കോടി മുസ്ലിമീങ്ങളെ ഉള്ളൂ, പക്ഷെ 5 കോടി ആളുകളെ അതിജയിക്കാനുള്ള കായബലമുണ്ട് എന്നൊക്കെ നമ്മൾ പറയല്ലോ. ഒരു കാര്യമില്ല എന്നല്ല. വകമ്മിൻ ഫിഅത്തിൻ, എത്രയെത്ര കൊച്ചു സംഘങ്ങളാണ്, എത്രയെത്ര വലിയ സംഘങ്ങളെ അതിജയിച്ചത് അള്ളാന്റെ അനുമതി പ്രകാരം. അല്ല പറയുന്ന കാര്യമാണ്, അള്ളാന്റെ അനുമതി പ്രകാരം. അല്ലാഹ് നോക്കൂ, സൂറത്ത് ആൽ ഇംറാൻ അല്ല പറയാ, വലഖദ് നസറകുമുല്ലാഹു ബി ബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ്. നിങ്ങൾ ബദർ യുദ്ധത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ ദുർബലരാണ്. സത്യത്തിൽ നിങ്ങളുടെ എത്രയോ ഇരട്ടി ഉണ്ടായിരുന്നു മറുഭാഗം. 1000 ആളാണ് അവരുണ്ടായിരുന്നത്, നിങ്ങൾ 300 ചില്ലാന ആളുണ്ടായിരുന്നത്. കായബലം കൊണ്ട്, ആയുധബലം കൊണ്ട് നിങ്ങളുടെ മുമ്പിലായിരുന്നു അവർ. സർവ്വസന്നാഹം ഉണ്ടായിരുന്നു അവരുടെ കൂടെ. നിങ്ങളുടെ കൂടെയുള്ള കുതിരകളെ വരെ എണ്ണിയാൽ ദുർബലരായിരുന്നു അവര്. സത്യം, അത്രയും ദുർബല. 7 കുതിര ഉണ്ടായിരുന്നു ആകെ ഉണ്ടായിരുന്നത്, മറുഭാഗത്തെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് അല്ല പറയണത്, വലഖദ് നസ്റകുമുല്ലാഹു ബി ബദരിൻ. ശരിക്കും നിങ്ങൾ ചെയ്തു, അവിടെ മലക്കുകൾ ഇറങ്ങിയിരുന്നു ബദറില്. വലഖദ് നസ്റകുമുല്ലാഹ് എന്ന് പറയുന്നതിന് പകരം മലക്കുകളാണ് നിങ്ങളെ സഹായിച്ചെന്ന് പറയാമായിരുന്നല്ലോ അള്ളാഹ്. എന്തേ പറയാതിരുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. വിശുദ്ധ ഖുർആൻ 8-ാം അധ്യായം 9-ാമത്തെ വചനം എന്താ ഉള്ളത്? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഹൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. തുടരെ അയച്ച 1000 മലക്കുകളെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിച്ചു. എന്താ അള്ളാഹുവിലേക്ക് കണക്ട് ചെയ്ത്? വലഖദ് നസ്റകുമുല്ലാഹ്, അല്ല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. 3-ാം അധ്യായം 124-ലാണ്. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, കാരണം നിങ്ങൾ ദുർബലരായിരുന്നു, നിങ്ങൾ വളരെ ചുരുങ്ങിയ സംഘമായിരുന്നു. പക്ഷേ വലിയ സംഘത്തെ അതിജയിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് സ്വയം ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ മലക്കുകളെ ഇറക്കി, അള്ളാഹുവിന്റെ സൈന്യങ്ങളെ ഇറക്കി അവൻ നിങ്ങളെ സഹായിക്കുകയായിരുന്നു. അതുകൊണ്ട് വലഖദ് നസ്റകുമുല്ലാഹ്, അല്ല നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബദറിൽ വഅൻതും അദില്ല, നിങ്ങൾ ദുർബലരായിരുന്നപ്പോ. നിങ്ങൾ എത്രമേൽ ദുർബലരായിരുന്നു, എന്നിട്ടും നിങ്ങളെ അള്ളാഹു സഹായിച്ചു. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിക്കണേ. കൃത്യം ഇവിടെ അല്ലാഹ് എന്താ പറയുന്നത് അറിയോ? വലൗ അന്നാ അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കസ്സബൂ ലഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാത്തൊരു ശരിക്ക് ചിന്തിച്ചാൽ, ആ നാട്ടുകാർ, ആ ഗ്രാമവാസികൾ, അവർ വിശ്വസിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ, ആ 2 കാര്യം അവർ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, എന്റെ ഭാഗത്തുനിന്ന് നോക്കൂ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇന്ന കാര്യമുണ്ടായാൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഇന്ന കാര്യമുണ്ടാകും. അതെന്താണ്? ലഫതഹ്നാ, നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. അലൈഹിം, അവരുടെ മേൽ, ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നാം അവർക്ക് ബർക്കത്ത് ചൊരിയുമായിരുന്നു. എന്താ അല്ലാഹ് പറഞ്ഞേ? തഖ്വ കൈക്കൊള്ളുകയും ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഈമാനും തഖ്വയും രണ്ടും പ്രധാനമായ കാര്യമാണ്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിഹും അദാബുൻ അലീം ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. വത്തഖൂഹു, നിങ്ങൾ തഖ്വ കൈക്കൊള്ളണം. വഅതീഉൻ, നിങ്ങൾ എന്നെ അനുസരിക്കുകയും വേണം. എങ്കിൽ നിങ്ങൾക്ക് അല്ലാഹു യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ വയംദിദുകും ബിയംബാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയുള്ളവരായാൽ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടിയാൽ മഴ ചൊരിഞ്ഞു തരും, കുട്ടികളെ നൽകും, സമൃദ്ധമായി നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകും, അരുവികൾ ഒഴുക്കിത്തരും. ഇതൊക്കെ നിങ്ങളുടെ റബ്ബ് ചെയ്യും. 2 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ, വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബീ ലശദീദ്.
സൂറത്ത് ഇബ്രാഹിമിന്റെ 7-ാമത്തെ വചനമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളോട് നിങ്ങൾ പോസിറ്റീവായി പ്രതികരിച്ചാൽ, നിങ്ങൾ ഒന്ന് നന്ദി കാണിച്ചാൽ, ഞാൻ അസീദന്നക്കും, ആ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നോക്കൂ, അല്ലാഹ് പറയുകയാണ്, ഒരുപാട് നിഅമത്തുകൾ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടില്ലയോ, വീണ്ടും ഞാൻ നിങ്ങൾക്ക് നിഅമത്ത് വർദ്ധിപ്പിക്കും, നിങ്ങളൊന്ന് നന്ദി കാണിച്ചാൽ. പക്ഷേ വലയിൻ കഫർത്തും, നിങ്ങൾ നന്ദികേട് കാണിക്കുന്നു. പക്ഷേ നന്ദികേട് കാണിക്കുകയാണ്. ഞാൻ കഠിനമായി നിങ്ങളെ ശിക്ഷിക്കുന്നതാണ്. ഇവിടെ അല്ലാഹ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടെ. അല്ലാഹ് പറയാണ്, അവർ വിശ്വസിക്കുകയും തഖ്വ കൈക്കൊള്ളുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ഞാൻ അവർക്ക് ബർക്കത്ത് ചൊരിയുമായിരുന്നു. പക്ഷേ പക്ഷേ അവരെന്താ ചെയ്തത്? കദ്ദബൂ, അവരെന്നെ നിഷേധിക്കുകയാണ്, കളവാക്കുകയാണ്. അക്കാരണം കൊണ്ട് നാം അവരെ പിടികൂടി. അവർ പ്രവർത്തിച്ചത് കൊണ്ടാണ് നാം അവരെ പിടികൂടിയത്. അവർ നല്ലവരായിരുന്നെങ്കിൽ, അവർ മുത്തക്കികളായിരുന്നെങ്കിൽ, അവരെന്റെ വിധികൾ സൂക്ഷിച്ച് ജീവിച്ചു വരുന്നായിരുന്നെങ്കിൽ ഞാൻ അവരെ പിടികൂടുമായിരുന്നില്ല. പിടികൂടാനുള്ള കാരണം അവർ തന്നെയാണ്. അർമീനിയയിൽ ഭൂകമ്പമുണ്ടായി, സാൻ ഫ്രാൻസിസ്കോയിൽ ഭൂകമ്പമുണ്ടായി, ലത്തൂരിൽ ഭൂകമ്പമുണ്ടായി. 2000 കൊല്ലം നിർമ്മിച്ച നിർമ്മിതികളെ വളർത്തി പടർത്തി വന്തലിച്ച് ഒരു നാടിനെ, ഇറാനിന്റെ മാംപ്രദേശം നിങ്ങൾക്കറിയാം, 2000 കൊല്ലം കൊണ്ടാണ് ആ നാഗരികത വളർന്നതും വികസിച്ചതും. മനുഷ്യന്റെ കായബലം കൊണ്ട്, മനുഷ്യന്റെ ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ലോകത്ത് അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങുന്ന ദിവസം, ഭൂമി അതിന്റെ കിലുക്കം കിലുങ്ങും. ഭൂമി അതിന്റെ ഉള്ളിലുള്ളത് അത് പുറത്തു കളയുന്ന ദിവസം, ഭൂമി പൊട്ടിക്കീറുന്ന ദിവസം. وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت. 82-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. യാ അയ്യുഹൽ ഇൻസാൻ, അല്ലയോ മനുഷ്യരെ, മാ ഗർറക ബിറബ്ബിക്കൽ കരീം, ഔദാര്യവാനായ നിങ്ങളുടെ റബ്ബിന്റെ കാര്യത്തിൽ നിങ്ങൾ മറന്നതെന്താ? കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ ആരിക്കാടി എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 ഉസ്താദുമാര് വന്നിട്ട് പ്രസംഗിക്കുകയാണ്. ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കളാണ്, അതിൽ മുഖ്യ ആള് CM മടവൂരാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് സൃഷ്ടികളെ വലുതാക്കുകയും ആ സൃഷ്ടികളുടെ മഹാത്മ്യം പറയുകയും അവരുടെ കറാമത്ത് വിവരിക്കുകയും അവരിലേക്ക് ജനങ്ങളെ വിളിക്കുകയും അവരുടെ കാവൽ ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുകയും അവരുടെ തണലിലാണ് നമ്മളെന്ന് പറയുകയും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നവർ നാളെ മഹ്ശറയിൽ വരും. അന്നവർ പറയും, യാ വൈലത്താ ലൈതനീ, എന്റെ നാശമേ. സൂറത്ത് യാസീനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖബറിൽ നിന്ന് അവർ ഇളക്കി മറിക്കപ്പെടും. മരിച്ചിട്ട് കബറടക്കപ്പെട്ടവർ ആ ഖബറിൽ നിന്ന് ഇളക്കി മറിക്കപ്പെടും. അന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആരാ ഞങ്ങളെ വിളിച്ചുണർത്തിയത്? പള്ളിക്കാട്ടിലും സെമിത്തേരിയിലും ചുടലക്കടത്തിലും അന്ത്യവിശ്രമം കൊള്ളുകയായിരുന്നല്ലോ. അന്ന് അമ്പിയാക്കൾ ഞങ്ങളോട് പറഞ്ഞതാണ് ഈ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. മണ്ണിൽ നിന്നും മണ്ണിലേക്ക്, ആ മണ്ണിൽ നിന്നും അല്ലാഹു അംബതകും മിനൽ അർളി നബാതാ സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ. സൂറത്ത് നൂഹിന്റെ വാചകമാണ് ഇപ്പൊ പറഞ്ഞത്. സൂറത്ത് യാസീനിലെ 52 നേരത്തെ പറഞ്ഞത്. ഖാലൂ യാ വൈലനാ മംബസനാ മിൻ മർകദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ഇത് വരും, ഈ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും. അതിനിടയിൽ ലോകത്ത് അനേക ഭൂകമ്പങ്ങൾ ഉണ്ടാകും, അനേക ശിക്ഷകൾ ഉണ്ടാകും, തീമഴകൾ ഉണ്ടാകും, അഗ്നിസ്ഫോടനങ്ങൾ ഉണ്ടാകും, ജലപ്രവാഹങ്ങൾ ഉണ്ടാകും,
സൂറത്ത് സുമറിന്റെ 40 അല്ലാഹു പറയുന്നു. പല വചനങ്ങളിലും അല്ലാഹു പറയുകയാണ്. അതിന്റെ 39 പറയാണ്, ജലപ്രളയം കൊണ്ട് നാം പിടികൂടിയവരുണ്ട്, ചരൽമഴ കൊണ്ട് നാം പിടികൂടിയവരുണ്ട്, അതുപോലെ തന്നെ ഭൂമി പിളർന്നിട്ട് നാം അതിൽ ആഴ്ത്തിക്കളഞ്ഞ ഖാറൂനമാരുണ്ട്, നമ്രൂദുമാരുണ്ട്, ഫിറൗനമാരുണ്ട്. നിങ്ങൾക്ക് മടങ്ങാൻ സമയമായില്ലേ? നിങ്ങൾക്ക് തിരിച്ചു വരാൻ സമയമായില്ലേ? വലാകിൻ കദ്ദബൂ, കളവാക്കിയത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ പിടികൂടിയത്. നിങ്ങളുടെ റബ്ബ് വദൂദായിരുന്നില്ലേ? നിങ്ങളുടെ റബ്ബ് റഹ്മാനായിരുന്നില്ലേ? ഒന്ന് ഖേദിച്ചു മടങ്ങിക്കൂടായിരുന്നോ? എന്നോട് ഒന്ന് പൊറുക്കലിനെ തേടിക്കൂടായിരുന്നോ? ഞാൻ നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുമായിരുന്നല്ലോ. എന്ത് വലിയ അഹങ്കാരമാണ്! ഇത്ര വലിയ അഹങ്കാരം ദുർബലരായ മനുഷ്യരെ നിങ്ങൾക്കാകാവതായിരുന്നോ? അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ മഹാത്മ്യമാണ്. എത്ര വചനങ്ങളാണ്! എന്നിട്ട് അല്ലാഹ് ചോദിക്കുകയാണ്, എന്തേ ആ പട്ടണക്കാർക്ക് വിശ്വസിക്കാൻ എന്തായിരുന്നു തടസ്സം? ഈ 7-14 ലോകങ്ങളുടെ പിന്നിലും ഒരു സിട്ടാവുണ്ടെന്നറിയാൻ അവർക്ക് എന്തേ തടസ്സമായത്? അവർക്ക് ഞാൻ കൊടുത്ത തലച്ചോറ് കൊണ്ട് ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ? ഒന്ന് ആലോചിച്ചുകൂടായിരുന്നോ? ഫാക്കിഉ വജ്ഹക ലിദ്ദീനി ഹനീഫൻ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ഏതൊരു നാഥനാണോ, ഏതൊരു ഫിത്രത്തോടു കൂടി അവരെ സൃഷ്ടിച്ചുവോ, സൂര്യൻ ഉദിക്കുന്നത്, ചന്ദ്രൻ അസ്തമിക്കുന്നത്, അതിന്റെ നിലാവലകൾ, അതൊക്കെ പടച്ചവനല്ലയോ അവർക്ക് നൽകിയത്? യൂലിജുൽ ലൈല ഫിൻ നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിയജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക്ക്. അല്ലാഹ് പറയാണ്, രാവിനെ പകലിൽ ആരാ പ്രവേശിപ്പിക്കുന്നത്? ആർക്കാണോ അതിൽ പങ്കുള്ളത്? അള്ളാന്റെ ചോദ്യമാണ്. ഞാനും എന്റെ കുറെ ഔലിയാക്കളുമാണ് സൂര്യനെ ഉദിപ്പിക്കുന്നതെന്ന് അല്ലാഹ് പറഞ്ഞില്ല. ഞാനും കുറെ ഔലിയാക്കളും ചേർന്നാണ് ചന്ദ്രനെ നിലനിർത്തുന്നത് എന്നല്ല പറഞ്ഞില്ല. യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിയജലിൻ മുസമ്മാ ദാലികുമുല്ലാഹു റബ്ബുകും. അവനാണോ നിങ്ങളുടെ റബ്ബ്? ഇതൊക്കെ ചെയ്യുന്നവനാണോ നിങ്ങളുടെ റബ്ബ്? എന്നിട്ടും വല്ലദീന തദഊന മിൻ ദൂനി, അല്ലാഹുവിന് പുറമെയുള്ളവരെ നിങ്ങൾ വിളിക്കുന്നുവല്ലേ? മാ യംലികൂന മിൻ കിച്മീർ, ഒരു ഈത്തപ്പനക്കുരുവിന്റെ പാട പോലും അവർ അധീനപ്പെടുത്തുന്നില്ല. സൂറത്ത് ഫാത്തിർ എന്ന അധ്യായമാണ്, സിദ്ധാവിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ എന്ന തലക്കെട്ട് സ്വീകരിക്കുമ്പോ നിന്റെ നെഞ്ചകത്ത് ഭയമില്ലേ മനുഷ്യ? ഇത്ര വലിയ നന്ദികേട്, ഇത്ര വലിയ നന്ദികേട്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലാ, ഇതൊന്നും റബ്ബേ നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതൊന്നും സിയമേ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതല്ല. ഇതൊന്നും മൊയ്തീൻ ശൈഖേ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതല്ല. ഇബ്രാഹിം നബിയെ നിങ്ങൾ ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല എന്നല്ല പറയുന്നത്. റബ്ബേ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. ഫഖിനാദാബന്നാർ, എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ആരോടായി പറയണത്? 7 ആകാശവും 7 ഭൂമിയും അതിനിടയിലുള്ളതും. ലഹൂ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. നോക്കൂ, അല്ലാഹ് പറയാണ് ലഹൂ മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതേ 7 ആകാശവും 7 ഭൂമിയും വമാ തഹ്തസ്സറാ, അതിനിടയിലുള്ളതും എല്ലാം സൃഷ്ടിച്ചത് പടച്ചവനാണ്. 20-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനമാണ്. ലഹു, അവനുണ്ട്. ആർക്കുണ്ട്? സിയമനുണ്ട് എന്നല്ല, മൊയ്തീൻ ശൈഖിനുണ്ടെന്നല്ല, ലോക ഗുരു പ്രവാചകനുണ്ടെന്നല്ല, അവനുള്ളതാണ്. ആരാണീ അവൻ? ആരാണീ അവൻ? അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും. അല്ലാഹുവിന്റെ ശിക്ഷ കേരളത്തിൽ വരാതിരിക്കാൻ അള്ളാഹുവിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കേണ്ട ഒരു നിമിഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹുവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് മനുഷ്യരെ വിളിക്കുന്ന എത്രയെത്ര പുരോഹിതന്മാരാണ്, എത്രയെത്ര തലപ്പാവുധാരികളാണ്. പടച്ചവനെ, ഇവരുടെ ശർറിൽ നിന്ന് ഞങ്ങളെ കാത്തോളണേ എന്ന് പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ. നിങ്ങൾ നോക്കൂ, ഇറാനിലെ ഭൂകമ്പം, ഇറാനിലും ഇറാഖിലും ഭൂകമ്പം, അതുപോലെ തന്നെ സിറിയയിലെ ഭൂകമ്പം, ഇന്തോനേഷ്യയിൽ ആവർത്തിക്കപ്പെടുന്ന ഭൂകമ്പം. എന്തുകൊണ്ട് ആധുനിക ലോകത്ത് ഒരു വലിയ പഠനം നടക്കുന്നുണ്ട്. എന്താ പഠനം? 2004 ഡിസംബറിൽ 26-ന് ഒരു ഭൂകമ്പം ഉണ്ടായി. എല്ലാവർക്കും അറിയാം, നമ്മളതിനെ വിളിക്കുന്നത് സുനാമി എന്നാണ്. ഇന്തോനേഷ്യയിലെ സുമാത്ര എന്ന് പറയുന്ന പ്രദേശത്തെ
ബാം പ്രദേശം പോലെ തന്നെ സുമാത്രയിലെ കടലിൽ അതിങ്ങനെ നമ്മളൊരു പാത്രം ഇങ്ങനെ അടിച്ചു കോട്ടുന്ന പോലെ കടലിലെ വെള്ളം പുറത്തോട്ട് വരികയാണ്. കടല് കത്തിക്കപ്പെടും, കടല് പൊട്ടി ഒഴുക്കപ്പെടും. അല്ല പറഞ്ഞതാ, കടലിങ്ങനെ പൊട്ടി ഒഴുകിയിട്ട് 10 നില കെട്ടിടത്തിന്റെ മുകളിലൂടെ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് നോക്കിക്കാണുകയാണ്. 10 നില കപ്പൽ പോലെ തിരമാല വരികയാണ്. ആർത്തുരമ്പെന്ന തിരമാല. ആ തിരമാല വൈദാഹശ്യവും മൗജും കല്ലുലൽ ജഅബുല്ലാഹ് മുഖ്ലിസീന ലഹുദ്ദീൻ എന്ന് പറയേണ്ടതിന് പകരം അവിടെയും എനിക്ക് ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ ഒരാളില്ലെന്ന് കേരളത്തിലെ വലിയൊരു തങ്ങളാ പറയുന്നത്. ഇത്ര വലിയ നന്ദി കെട്ട വർഗം ഈ കേരള മണ്ണിൽ നിന്ന് ജീവിക്കുന്നു. ആ വർഗത്തിന്റെ കൂടെ ജീവിക്കാൻ ഹതഭാഗ്യത ശ്രദ്ധിച്ച മനുഷ്യകുലമാണെന്ന് കേരളത്തിന്റെ മുസ്ലിം ഉമ്മത്ത് ഓർത്തുകൊള്ളണം. നന്ദികേടിന്റെ പര്യായമാണ്, വിവരക്കേടിന്റെ പര്യായമാണ്, ഖുർആനിന്റെ നിഷേധത്തിന്റെ പര്യായമാണ്. റഹ്മാനായ റബ്ബ് അത്തരത്തിലുള്ള നിഷിദ്ധങ്ങളിൽ നിന്ന്, നിഷേധങ്ങളിൽ നിന്ന് അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓ, എത്ര ഭീകരമാണ് സഹോദരങ്ങളെ. അടുത്ത ആയത്ത് എന്താ പറയുന്നത്? ഒരായത്ത് പറയാനാണ് ഞാൻ ഇത്ര ആയത്ത് പറഞ്ഞു. മനസ്സിലാക്കിക്കോളൂ. ഞാനിപ്പോ എത്ര ആയത്ത് ഉദ്ധരിച്ചു വല്ല കണക്കുണ്ടോ നിങ്ങൾക്ക്? അള്ളാന്റെ ഗ്രന്ഥമാണ്, വായിച്ചു നോക്ക്, അത്ഭുതമാണ് ആ ഗ്രന്ഥം. ആ ഗ്രന്ഥം കയ്യിലേന്തിയിട്ട് റമദാന്റെ പടിവാതിക്കലാണ് നമ്മൾ നിൽക്കുന്നത്. കുറഞ്ഞ ദിവസം കഴിഞ്ഞാൽ റമദാനിലേക്ക് കയറി. ഞാൻ പറഞ്ഞല്ലോ, സഹാബത്ത് 6 മാസം മുമ്പ് ഒരുങ്ങുക. നമുക്ക് എന്നും ഖുർആൻ വായിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ എന്നും റമദാനില്ല. നന്ദിയാണത്. അല്ല ഗ്രന്ഥം അവതരിപ്പിച്ചു നന്ദിയാ ചങ്ങായിമാരെ. നോമ്പ് പോലും എന്തിന്റെ നന്ദിയാണെന്ന് അല്ല പറഞ്ഞ് വമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫലിയസ്മു. ആര് അല്ല പറയും ഖുർആൻ തന്നതിന് നന്ദിയായിട്ടാ നോമ്പ് വിൽക്കുന്നത്. ഖുർആൻ തന്നതിന് നന്ദിയായിട്ടാ നോമ്പ് വിൽക്കുന്നത്. മങ്കൂസുമാല കയ്യിൽ തന്നതിന്റെ പേരിൽ നിന്നല്ല, കുതുബിയത്ത് കയ്യിൽ തന്നതിന്റെ പേരിൽ നിന്നല്ല. ഒന്നിനെ എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ പഠിക്കാൻ സങ്കടം തോന്നി. തുടർന്ന് അല്ല പറയണെന്തറിയോ? അല്ലാതെ ചോദ്യം എന്താ അറിയോ? ആ നാട്ടുകാര് നിർഭയരാ, ഒരു കൂസലില്ലാതെ ജീവിക്കവർക്ക് ഒരു പേടിയില്ലേ? അല്ലാതെ ചോദ്യം അഫാമിനാഹിലിൽ ഖുറ. ആ സിറിയക്കാര്, ആ പ്രദേശക്കാര്, ആ ഇന്തോനേഷ്യക്കാര്, ആ ബാം പ്രദേശത്തുകാര്, ലത്തൂരിലെ ഭൂകമ്പം ഉണ്ടായിട്ട് മുഖ്തസാലി, നിങ്ങൾ ആലോചിച്ചു, കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കുട്ടികൾ അങ്ങനെ ഭാര്യ എടുക്കുകയാണ്. ചിലത് കാലില്ല, ചിലത് കൈയില്ല, ചിലത് എല്ലാം ഉണ്ട്. ഒന്നും നശിച്ചിട്ടില്ല, എല്ലാം അള്ളാഹു സൂക്ഷിച്ചിരിക്കുന്നു. അല്ല വിചാരിച്ചോലൊക്കെ മരിച്ചിട്ടുണ്ട്. അല്ല വിചാരിക്കാത്ത, അല്ല ഉദ്ദേശിക്കാത്ത കുട്ടികളൊക്കെ അല്ല ജീവിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സോഷ്യൽ മീഡിയ മാത്രം നോക്കിയ പോലെ ഞങ്ങന്മാരെ, കൊടുങ്കാറ്റ് വരുന്നു, ഭൂകമ്പം വരുന്നു, മനുഷ്യന്റെ നിസ്സഹായതയുടെ എത്രമേൽ വലിയ ഉദാഹരണം. മനുഷ്യൻ എത്ര ദുർബലനാണ്. 1.5 ലക്ഷം ആളാ രക്ഷാപ്രവർത്തനമായിട്ട് ഇപ്പോഴും അവിടെ ഉള്ളത്. അറിയാം നിങ്ങൾക്ക്? എത്ര കാലം നോക്കണം നിങ്ങള്. ഈ ബ്രിജുല്ലർബും ബ്രിജു ദുബായും ഇതെല്ലാം ഉണ്ടല്ലോ, ഒരൊറ്റ നിമിഷം ഒരു സുൽസിൽ ഉണ്ടായിട്ടുണ്ടല്ലോ, തകർന്ന് തരിപ്പണായി പോകും. ഒരു രാജാവിന് അതിനെ അതിജയിക്കാൻ കഴിയില്ല, ഒരാധുനിക ടെക്നോളജിക്കും അതിനെ അതിജയിക്കാൻ കഴിയില്ല. ഭൂമിയുടെ ഉപരിതലത്തിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ ഒന്ന് നീങ്ങിയാൽ അല്ല വെറുതെ ഇങ്ങനെ ആട്ടിയാൽ മതി. ഇതാ സുൽസിലത്തിൽ അന്ന് മനുഷ്യൻ ഓടുക. എങ്ങോട്ടാണ് ഓടുന്നത്? ഈ ഭൂമി മുഴുവനും കുലുങ്ങിയ നീ എവിടെ ഓടും? പർവ്വതത്തെ ഞാൻ ഛിന്ന ഭിന്നമാക്കിയാൽ നീ എവിടെ ചെന്ന് അഭയം തേടും? അള്ളാന്റെ ചോദ്യ വിനയപ്പെടാൻ അടിമത്തം കാണിക്കാൻ റബ്ബിനോട്, ആ റബ്ബിന്റെ മുമ്പിൽ വിനയാന്യരായി വിധേയപ്പെട്ട് വിനയം കാണിച്ച് കലങ്ങിയ കണ്ണുകളുമായി രാത്രിയിലെ കിടക്കപ്പായയിൽ നിന്ന്, ശീതീകരിച്ച AC റൂമിൽ നിന്ന് ചാടി എണീറ്റ് ഉറക്കിന്റെ അടയാളങ്ങൾ മുഖത്തിന് തടവി അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞു വുളൂ ചെയ്ത് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞ് കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഹൂൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഇദാ വഖയത്തുൽ വാഖിയിൽ ആ എഴുന്നേറ്റിട്ട് പടച്ചോനോട്, റബ്ബിനോട് നാഥാ പുറത്തു തരണേ എന്ന് പറയേണ്ടതിന് പകരം ഇതൊക്കെ പുറത്തു തരാൻ ഔലിയാക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്ന മടയന്മാരെ എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്, എന്ന് നിങ്ങൾക്ക് മാറ്റണ്ടാവും. എത്ര സ്വരത്തിലും ഉച്ചത്തിലും തൗഹീദിന്റെ ശബ്ദം പറഞ്ഞാലും അതിൽ പുഴുക്കത്ത് കാണാൻ ശ്രമിക്കുന്ന മനുഷ്യരെ നിങ്ങൾ എന്ന് ഉണരും? ചിന്തിക്കണം. പടച്ചോനെ, നമ്മുടെ ഒരു ദൗത്യം ഞങ്ങളോട് പറയട്ടെ, കയ്യും കാലില്ലാത്തൊരു കുട്ടീനെ കണ്ടാൽ നമുക്ക് ദയ തോന്നൂലേ?
തോന്നൂലേ? രണ്ട് കണ്ണുമില്ലാതെ ഒരു റോഡ് ക്രോസിംഗ് സുബ്ഹാനല്ലാഹ് നിക്കിട്ടോ ഞങ്ങൾ ആര് വരെ കൈ പിടിക്കാം നമ്മൾ പറയില്ലേ? അതിനേക്കാൾ അബദ്ധാണോ രണ്ട് കണ്ണ് കാണുന്ന മൊയ്ലിയന്മാര്? പച്ച ശിർക്ക് ചെയ്തിട്ട് നരകത്തിലേക്ക് പോകുന്നവര്. ദുനിയാവ് കണ്ണുണ്ടില്ല എന്ന് വെച്ച് പരലോകത്ത് കുഴപ്പമില്ല, ഓൻ അല്ലാഹ് അവിടെ കാഴ്ച കൊടുക്കും. പക്ഷെ ദുനിയാവ് കണ്ടിട്ടും കാഴ്ച ഇല്ലാത്തവനായി പരലോകത്ത് വരെ ആരാ? എന്നെ തൊട്ട് മറക്കുകയും സൃഷ്ടികളിലേക്ക് മനുഷ്യരെ വിളിക്കുകയും ചെയ്യുന്നവൻ അന്ധനായിട്ട് വരുമടോ നാളെ മഹ്ശറയിലെ. നിങ്ങൾ ചിന്തിക്ക്, ഒരു തലക്കെട്ട് സ്വീകരിക്കാൻ എന്ത് ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കൾ, എന്തൊരു വലിയ നന്ദികേടല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റബ്ബാണ് ആകാശവും ഭൂമി നിയന്ത്രിക്കുന്നതല്ലേ മദ്ഹബിന്റെ ഇമാമികൾ നമുക്ക് പറഞ്ഞു തന്ന്. ഏതെങ്കിലും ഒരു മദ്ഹബിന്റെ ഇമാമിന്റെ കിതാബിന്റെ തലക്കെട്ട് ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കൾ ഉണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടാരെങ്കിലും? അത് ഈ കാലത്തല്ലേ അങ്ങനത്തെ പ്രഖ്യാപനം ഉണ്ടായത്. എത്ര വലിയ ഷിയായിസമാണ് കേരളത്തിൽ ജയിക്കുന്നത്. ജൂതന്മാര് കേരളത്തിൽ വളരെ കുറവാണ്, പക്ഷെ ജൂതായിസം കേരളത്തിലുള്ള അത്ര ലോകത്ത് കുറവിടെ. എങ്ങനെ എന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? ജൂതന്മാരുടെ എണ്ണം കുറവാണ് കേരളത്തിൽ, പക്ഷെ ജൂതായിസം ലോകത്ത് മറ്റെവിടെ ഇല്ലതിനേക്കാൾ ഈ കേരളത്തിലുള്ളത്. മനസ്സിലാക്കിക്കൊള്ളി. ജൂതന്മാരുടെ നാട് എന്നറിയപ്പെടുന്ന നാട്ടിൽ പോലും ജൂതായിസം അത്ര ക്ലിയർ അല്ല, അത്ര പെർഫെക്റ്റായ ജൂതായിസം. കേരളത്തിൽ ഒരു ജില്ല ഉണ്ട്, കാസർഗോഡ് ജില്ല, ജൂതായിസത്തിന്റെ ഹെഡ് ഓഫീസ്. അള്ളാന്റെ റസൂല് ശപിച്ച പണി ഏറ്റവും കൂടുതൽ എടുക്കുന്ന ജില്ല. അവിടെ എത്ര വർക്ക് ചെയ്യേണ്ട ആലോചിച്ചു. എന്താണ് ഈ സമുദായത്തിന് സംഭവിച്ചു പോയത്? എന്താണ്? അള്ളാഹുവിന്റെ റസൂല് മനുഷ്യരെ പഠിപ്പിച്ച ആ തഖ്വയും സൂക്ഷ്മതയും ഈ ഉമ്മത്തിന് എത്ര ഭീകരമായ ഒരു അവസ്ഥ ഉണ്ടായിട്ടും ആളുകൾക്ക് ഇതൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ. അള്ളാഹ് ചോദിക്കണല്ല, അള്ളാന്റെ ചോദന, കൊട്ടാരത്തിലും വീടുകളിലും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണോ? ഞാൻ ഓലെ പിടികൂടലാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ ലോകത്തിലെ മിക്ക ഭൂകമ്പം എപ്പോഴാണ് ഉണ്ടായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും? എന്താ ഉച്ചക്ക് അധികം ഇല്ലാത്തത്? ഉച്ചക്ക് ഭൂകമ്പം ഉണ്ടാവും. ഉച്ചക്കും ഭൂകമ്പത്തിന്റെ സമയം നിശ്ചയിച്ചു ഖുർആൻ. ഉച്ചക്കും ഉണ്ടാവും, രാത്രിയും ഉണ്ടാവും. രണ്ട് സമയം മനുഷ്യന്മാർ വിശ്രമിക്കുന്ന രണ്ട് സമയത്ത് അള്ളാഹു ഭൂകമ്പം ഉണ്ടാക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന പഠനം എന്താ? അർമീനിയ, ഈ നമ്മുടെ സുമാത്രയിലെ ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ 9 ദിവസം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷികൾ കൂടുവിടാൻ. ഇന്നാ തെളിയിക്കപ്പെട്ടത്. കഴിഞ്ഞ ഭൂകമ്പം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് പക്ഷികളും മൃഗങ്ങളൊക്കെ തടിയെടുത്തു. എന്നിട്ട് എന്താ പറയുന്നത് അറിയാം മോഡേൺ സയൻസ്? എന്തുകൊണ്ടാണ് പക്ഷികൾ ഇതൊക്കെ നേരത്തെ ഇത് അറിയുന്നത്, ഭൂകമ്പം അറിയുന്നത്? അവർ മാത്രം എന്താ അറിയുന്നത്? മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ട്. മുഹമ്മദ് നബി പറഞ്ഞു ഭൂകമ്പം പോലും നേരത്തെ അറിയും. അള്ളാന്റെ വഹി പ്രകാരം നിങ്ങൾ അറിയില്ല, കാരണം ഭൂകമ്പം ലക്ഷ്യം വെക്കുന്നത് നിങ്ങളെയാ. പിന്നെ നിങ്ങൾ അറിയിച്ചിട്ട് കാര്യമുണ്ടോ? കള്ളനെ വിളിച്ച് പറയാം, ഞാൻ 8 മണിക്ക് അവിടെ വരുന്നു, പോലീസുകാരൻ പറയോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനുഷ്യനെ മാത്രം ഉദ്ദേശിച്ചിട്ടാ ഭൂകമ്പം. ആ ഭൂകമ്പം വരുന്നതിന് മുമ്പ് മനുഷ്യനെ അറിയാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാനൊരു സയൻസും കൂടി പറയാം. ലോകത്തെ മുഴുവൻ ശാസ്ത്രകാരന്മാർ തലകുത്തി മറിഞ്ഞാലും പക്ഷികളും മൃഗങ്ങളും അറിയുന്ന ഭൂകമ്പം മനുഷ്യനറിയാൻ ഒരു മാർഗവും ഖിയാമത്ത് നാൾ വരെ കണ്ടെത്തൂല. അത് ഓനെ ലക്ഷ്യം വെച്ചിട്ടുള്ള സാധനത്തിന്റെ പേരാ ഭൂകമ്പം. അതോ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഞാൻ ഒന്നുകൂടി പറയാം. കള്ളനെ വിളിച്ചറിയാ, ഞാൻ പോലീസുകാരനാണ്, ഞാൻ 2 ദിവസം കൊണ്ട് വരും, 24-ാം തീയതി ഡിസംബർ 10-ന് ഞാൻ ഇന്ന സമയത്ത് വരും എന്ന് കള്ളനോട് ആരെങ്കിലും പറയുമോ? അതെന്നെ മനുഷ്യനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാ ഭൂകമ്പം ഉണ്ടാവണമെന്ന്. ഓനെ പഠിക്കാനും വിറപ്പിക്കാനും, അത് പറയുന്ന ഒരു ആയത്ത് കണ്ട നിങ്ങൾക്ക്, ഓനൊന്ന് വിറപ്പിക്കാനാണ് ഈ ഭൂകമ്പം നല്ല പറയാ. ഓനെ ലക്ഷ്യം വെച്ചിട്ടാണ്, നാക്കാലിയുടെ ലക്ഷ്യം വെച്ചിട്ടല്ല. നാക്കാലിയുടെ മുൻകൂട്ടി അറിയിക്കുന്നതോ ഓലെ ശിക്ഷിക്കേണ്ടതും തിരുത്തേണ്ടതുമായ കാര്യം ഓൽക്കില്ല. പിന്നെ എന്റെ മനുഷ്യന് മാത്രം? അതിന്റെ ഒരു അത്ഭുതം ഞാൻ പറഞ്ഞുതരാം. ജിന്നിനെയും ഇൻസിനെയും അള്ളാനെ ഇബാദത്ത് ചെയ്യാനാ സൃഷ്ടിച്ച്. അപ്പൊ മലക്കേട് പോയി. മലക്കിനെ സൃഷ്ടിച്ച അള്ളാനെ ഇബാദത്ത് ചെയ്യാനാണ് എന്റെ അള്ള പറയാതിരുന്നത്. പോയിന്റാ ശരിക്കും മനസ്സിലായിക്കൂടെ? ഖുറാഫിയൊക്കെ ഉള്ള ദുനിയാവിലെ ഏറ്റവും വലിയ പോയിന്റ് അത്. എന്താ പറയാതിരുന്നത്? മലക്കൾ അള്ളാനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നില്ല. ഇബാദത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളൊരവസ്ഥ അവർക്കില്ല. മനുഷ്യനും ജിന്നിനും ഇബാദത്ത് ചെയ്യാന്നുള്ള അവസ്ഥ ഉണ്ട്, ഷിർക്ക് ചെയ്യാന്നുള്ള അവസ്ഥ ഉണ്ട്, കുഫ്ർ ചെയ്യാന്നുള്ള അവസ്ഥ ഉണ്ട്. മലക്കിന് കുഫ്റും ഇല്ല, ഷിർക്കും ഇല്ല, അനുസരണക്കേടില്ല, അനുസരണം മാത്രം. അതുകൊണ്ട് അവരെണ്ണിയില്ല, അവർ വേറെ സൃഷ്ടികൾ തന്നെയാണ്. മനസ്സിലായിക്കൂടെ? അവരുടെ ജിന്നിനെ ഇൻസിനെ തന്നെ. അത് വിപുലമായി ഞാൻ ഇന്നത്തെ രാത്രിത്തെ പരിപാടിക്ക് പറയാൻ വെച്ചതാ. ഇത് എന്തിനാ നിങ്ങളോട് പറയുന്ന അറിയോ? അള്ളാഹു ഈ ജിന്നിനെയും ഇൻസിനെയും ലക്ഷ്യം വെച്ചിട്ട് ഈ സാധനമൊക്കെ കൊണ്ടുവരുന്നേ. ഇത് കൊണ്ടുവരുമ്പോൾ ഓല അള്ളാഹ് അറിയിക്കൂല, കാരണം ഓല പിടിക്കാനത്. അതുകൊണ്ട് അത് അള്ളാഹ് പ്രഖ്യാപിക്കാതെ വരും. അത് കണ്ടെത്താനുള്ള മാബിനിയൊന്നും മോഡേൺ സയൻസിനുമാണ്. ഇതൊരു വെല്ലുവിളിയായിട്ട് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇട്ടോളി. ഒരു സയൻസ് അധ്യാപകന് ഞാൻ പറഞ്ഞതിനെ ഗണ്ഡിക്കാൻ കഴിവുള്ള ഉണ്ടാവില്ല, അത് വരില്ല. നിങ്ങൾ വെറുതെ ഗവേഷണം നടത്തി അതിന്റെ പൈസ വെറുതെ പോകണ്ട. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നന്നാവുക, വേറെ വഴിയൊന്നുമില്ല. നോക്കിക്കോ, അള്ളാന്റെ ഗ്രന്ഥം പറയാ,
ലിയുദീഖഹും ബഅദല്ലദീന അമിലൂ ലഅല്ലഹും യർജിഊൻ. എന്താ ഇതിനർത്ഥം? നോക്കൂ, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഒരുപാട് കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ച നിമിത്തം. ലിയുദീഖല്ലദീന, അതേ എന്തിന്റെ പേരിൽ? അവർ ചെയ്ത ചില തോന്നിയാസത്തിൽ നിന്ന് അവർ മടങ്ങി വരാൻ വേണ്ടി. എന്താ പറഞ്ഞേ? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിയാസം നിർത്തിക്കളി എന്ന് പറയാൻ ഞാൻ കൊടുക്കുന്ന സൂചനയാണ്. ഒരു നന്നാകാൻ വേണ്ടിയാണ്, അതിൻ്റെ കാരുണ്യാണ്. ഇതെവിടെയുള്ളതെന്ന് അറിയാം? 30-ാം അധ്യായം 41-ാമത്തെ വചനം. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ അള്ളാഹ് പറയണം, ഈ ഭൂകമ്പമൊക്കെ ഞാൻ കൂടുതൽ ഉണ്ടാക്കി ഒരു തിന്മ കൂടുമ്പോഴാണ്. അത് ശരിക്കും അടിവരട്ടോളി, അത് ശരിക്കും അടിവരട്ടോളി. എല്ലാ മുസ്ലിം സംഘടനകളും ഗൗരവമായിട്ട് കണ്ടോളി. അതിൻ്റെ തൊട്ട് താഴെ എന്താ പറയുക? ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബൽ കാന അക്സറുഹും മുശ്രിക്കീൻ. അതിൻ്റെ തൊട്ട് താഴത്തെ 42-ാമത്തെ വചനം. ഭൂമിയിൽ സഞ്ചരിച്ചു നോക്കും, ഒരുപാട് നാടിനെ ഞാൻ ഭൂമിയിൽ മുക്കിക്കളഞ്ഞിട്ടുണ്ട്. അടിസ്ഥാന കാരണം കാന അക്സറുഹും മുശ്രിക്കീൻ, ആ മനുഷ്യന്മാരിലെ ഭൂരിപക്ഷവും ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ആ കാരണം കൊണ്ടാണ് ഞാനുള്ള പിടിച്ച് ശിക്ഷിച്ചത്. ഇനി നിങ്ങൾ പറയൂ, ഭൂകമ്പം അള്ളാഹ് വരുത്താതിരിക്കണമെങ്കിൽ തൗഹീദുള്ളൊരു ജനത ഉണ്ടാവണം. ഷിർക്കിൻ്റെ ആളുകൾ ഏത് നാട്ടിൽ വർദ്ധിച്ചാലും എൻ്റെ പേര് അഹമ്മദ്, കുഞ്ഞമ്മദ്, മൊയ്തീന് എന്നൊന്നായിട്ടൊരു കാര്യമില്ല. ഷിർക്കുണ്ടോ ഓനെ പിടികൂടും. നിങ്ങൾ ചോദിക്കല്ലോ, ഇന്തോനേഷ്യയിൽ ലോകം കഴിഞ്ഞ ഏറ്റവും വലിയ മുസ്ലിങ്ങൾ, ഇന്തോനേഷ്യയിലുള്ള അത്ര ബിദഅത്ത് ദുനിയാവിൽ എവിടെങ്കിലും ഉണ്ടോ? മലേഷ്യയിൽ ഇന്തോനേഷ്യയിലൊക്കെ ഒന്ന് പോയി നോക്കി, നിങ്ങൾ ഒന്ന് പോയി നോക്കി. പോയാലും ഇവിടെ സദസ്സിൽ ചിലപ്പോൾ ഉണ്ടാവും. ഒന്ന് പോയി നോക്കി അവിടെ എന്താ നടക്കണമെന്ന്, അവിടെ എന്താ നടക്കണമെന്ന്. കാന അക്സറുഹും മുശ്രിക്കീൻ. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിനെ ഓർത്തിട്ട് ഞങ്ങളോട് പറയാൻ, റഹ്മാനായ റബ്ബിനെ ഓർത്തിട്ടൊരു മടക്ക ആവശ്യമാണ്. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയണം, നല്ലോണം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, എന്ത്? ഞാൻ മെറീന ബീച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഈ ആയത്ത് ഓർമ്മ വരിക. അല്ലാഹ് പറയുന്നു, ദുഹാ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കവേ. ദുഹാ സമയം എന്ന് പറഞ്ഞാൽ എപ്പോഴാ? രാവിലെ. ഒന്ന് ചിന്തി നോക്കി. നമ്മള് മദ്രാസിൽ അവിടെയും ഇവിടെ ഒക്കെ ചെന്നിട്ട് ഈ സുനാമി ഉണ്ടായ ദിവസമാണ് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. ഞായറാഴ്ച മെറീന ബീച്ചിൽ വെച്ച് കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുനാമി പിടിച്ചോട് കൊണ്ടുപോയത്. അള്ളാഹ് ചോദിക്കുകയാണ്, ആ ദുഹാ സമയത്ത് കുട്ടികൾ കളിക്കൂലേ? ആ കളിക്കുമ്പോൾ ഞാൻ അവരെ പിടികൂടും. അതിനെക്കുറിച്ച് അവർ ഓർക്കണില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. സുനാമി വിവിധ ഘട്ടങ്ങളിലാണ് പല ഭാഗത്തും അന്ന് വന്നിരുന്നത്. അതിൻ്റെ ഒരു ടൈം മെറീന ബീച്ചിൽ ഈ പറഞ്ഞ ആയത്തിനടിച്ച്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അപ്പൊ അമിനു മക്റല്ലാഹ് ഫലാ യഅമനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അള്ളാഹ് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നുള്ളതിൻ്റെ കാര്യത്തിൽ, അള്ളാഹ് ഇങ്ങനെയൊക്കെയുള്ള തന്ത്രം പ്രയോഗിക്കുന്നുള്ള കാര്യത്തിൽ നഷ്ടം പറ്റിയ ഒരു ജനതയല്ലാതെ അത് മറന്നുപോവോ? കാര്യബോധമുള്ള ആരെങ്കിലും പടച്ചോന്റെ നടപടിക്രമത്തെ ഇത്ര നിസാരവൽക്കരിക്കുമോ? അള്ളാഹിന്റെ ചോദ്യ സൂറത്ത് ആറാഫിൽ 99-ാമത്തെ വചനമാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയണം, ഒന്ന് ഖുർആൻ വായിച്ചിട്ട് ഈ വിഷയത്തൊക്കെ ഒന്ന് വിലയിരുത്തി നോക്ക്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കാണാൻ പറ്റും, അള്ളാഹുവിലേക്ക് അടുത്തൊരു ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അത് എത്ര ഗൗരവമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിൽ നിന്ന്. പടച്ചോനേന്ന് വിചാരിച്ച് ജീവിച്ച ആളുകൾ അള്ളാഹു എത്ര രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ആലോചിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെയൊക്കെ ഒരു അവസ്ഥ വെച്ച് നോക്കിയാൽ തന്നെ നമ്മൾ കരുതുന്നത് എന്താ? അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ജൂതന്മാരോട് ചോദിച്ചൊരു ചോദ്യമാണ്. ആ ചോദ്യം എന്താ അറിയോ? കുലിയ അയ്യുഹല്ലദീന ഹാദു ഇൻ സഅംതും അന്നകും മൗലിയാഉ ലില്ലാഹ് മിൻ ദൂനിന്നാസ് ഫതമന്നഉൽ മൗത്ത് ഇൻ കുൻതും സാദിഖീൻ. ആ ചോദ്യത്തിന്റെ മലയാളീകരണം എത്ര? നിങ്ങളൊക്കെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുക. അള്ളാഹിന്റെ ചോദ്യം എന്താ? നിങ്ങൾ അള്ളാന്റെ ഔലിയാക്കളാണ് എന്നല്ലേ നിങ്ങൾ പറയുന്നത്? നബിയെ ചോദിച്ചു നോക്കവരോട്. ഞങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഔലിയാക്കളാണ് ഞങ്ങൾ, അള്ളാന്റെ ഔലിയാക്കളാണ് ഞങ്ങൾ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അള്ളാഹ്ക്ക് നിങ്ങളോട് പെരുത്ത് ഇഷ്ടാന്നല്ലേ നിങ്ങളോട് പറയുന്നത്? എങ്കിൽ ഫതമന്നഉൽ മൗത്ത്, ഒന്ന് മരണത്തെ കൊതിക്കി. വലാ യതമന്നൗനഹു അബദാ, ഒരിക്കലും അവർ കൊതിക്കില്ല നബിയെ. കാരണം എന്താ? അവരെ കൈകൾ ചെയ്ത തോന്നിയാസം എന്താന്ന് അവർക്ക് ശരിക്കറിയാം. ഒരിക്കലും ഒരിക്കലും അവർ കൊതിക്കില്ല നബിയെ. എന്നിട്ട് അള്ളാഹ് ചോദിക്കണ്ടേ, എന്താ ചോദിക്കണത്? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തെ പേടിച്ചിട്ടാണോ നിങ്ങൾ ഓടുന്നത്, ആ മരണങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. മത്സരിച്ചോടുക രണ്ട് കുട്ടികൾ 2 വീലറിൽ ഒരേ ദിശയിലേക്ക്. വെന്നിയൂരെത്തി, കോട്ടക്കൽ കഴിഞ്ഞാൽ അവിടെ എത്തി. രണ്ടാളും ഒരേ ദിശയിലേക്കാണ് പോണേ. അപ്പൊ ഇങ്ങനെ മത്സരിച്ചിട്ടില്ല, ഇങ്ങനെ തൊട്ടില്ലെന്ന് പറഞ്ഞ് കയറുന്ന കണ്ടില്ല നിങ്ങൾ കുട്ടികൾ? ഇങ്ങനെ ബ്ലൈൻഡ് വർഷിപ്പ് ഓഫ് സ്പീഡ്, വേഗതയെ അന്ധമായി ആരാധിച്ചിട്ട് ഒരാൾ മുന്നിലെത്തി, അടുത്ത ആൾ മുന്നിലെത്തി, അങ്ങനെ 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 ചേര പണയുന്നവർ ഇങ്ങനെ പടഞ്ഞു പോയതാണ്.
ഒരേ ദിക്കിലേക്ക് കൂട്ടിയിടിച്ചു, തെറിച്ചട് വീണു. ഒരുത്തനൊന്നും പറ്റിയില്ല, ഓൻ മരിച്ചട് പോയി. ഒരുത്തന് നല്ലോണം പരിക്കേറ്റി, ഓൻ ഇപ്പോഴും ജീവിക്കുന്നു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ് 16-ാം അധ്യായം, ലാ യസ്തഖിറൂന സാഅ വലാ യസ്തഖ്ദിമൂൻ. മരണം അപ്പൊ നമുക്കൊക്കെ ഏറ്റവും ദുഃഖം ഉണ്ടാക്കിയ മജീദ് ഖാന്റെ മരണം. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ് 2-3 ആഴ്ചകൾക്കപ്പുറത്ത് അദ്ദേഹം ഉംറ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കണ്ട് സലാം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് ചിരിച്ചും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആ മജീദ് ഖാൻ ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലാണ്. നമുക്ക് ഓർക്കാവുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് മഅഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലേ, ആലോചിച്ച് നോക്കാനാണ് ഞാൻ പറയുന്നത്. എത്ര പേര് ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഒരു പയ്യൻ മരിച്ചു, നിങ്ങളുടെയൊക്കെ ഗ്രൂപ്പിലുണ്ട്. അത് ഇതെന്ന് പറയുന്നത് നമുക്കൊക്കെ വരാവുന്നതാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്സിറു, നിങ്ങൾ ധാരാളമായിട്ട് ഓർത്തോളി. എന്ത് എത്ര പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന മരണത്തെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, നല്ല ആരോഗ്യത്തോടു കൂടി ജീവിച്ച ഉസ്താദ്, എന്റെ ഭാര്യ ക്യാൻസർ ആണ്, 4 ഭാഗം കഴിഞ്ഞ് ഇനി ഒരു രക്ഷയില്ല എന്ന് പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരാൾ മരിച്ചു എന്റെ വീടിന്റെ അടുത്ത്. അതുവരെ നല്ല ആരോഗ്യത്തോടു ജീവിച്ച ഒരു 2-3 ദിവസം മുമ്പ് വെള്ളം കുടിക്കുമ്പോൾ ഇറങ്ങണില്ല, വെള്ളം വിടുന്നത് കംപ്ലീറ്റ് ക്യാൻസർ കൊണ്ട് ബ്ലോക്കായി പോയിരിക്കും, മരിച്ചുപോയി. ആ മയ്യത്ത് നിസ്കരിച്ച ഒരാളാണ് ഞാൻ. നിങ്ങളും ഈ നാട്ടിൽ പല മയ്യത്തുകളും നിസ്കരിച്ചാൽ. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടുപോയി വെച്ചിട്ട് പോലും അവിടെ കാണിച്ചു കൂട്ടുന്ന അവസ്ഥകൾ നിങ്ങളൊന്ന് ആലോചിച്ചു. ബിദ്അത്ത് നടപ്പാക്കാൻ വേണ്ടി ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ വിവരദോഷികൾ കാണിച്ചു കൂട്ടുന്നതാണ് മജീദ് ഖാന്റെ ഒക്കെ മരണസമയത്ത് നമ്മൾ കണ്ടത്. ഞാൻ ആലോചിച്ചു നോക്ക്, സ്വന്തം മക്കൾക്ക് ബാപ്പാന്റെ കാര്യത്തിൽ അധികാരമില്ലാത്ത ഒരു ലോകം. ആ മക്കൾക്ക് ഞങ്ങളുടെ വാപ്പാനോട് ഞങ്ങൾക്ക് എന്താ ചെയ്യണം, ഞങ്ങളുടെ വാപ്പ എന്ന വിശ്വാസപ്രകാരം മരിച്ച ഞങ്ങൾ ഇവിടെ സമ്മതിക്കൂല. എന്തൊക്കെ നാട്ടുരാജാക്കന്മാരാ ഇവരൊക്കെ നാട്ടുരാജാക്കന്മാരാ. ഒരു മരിച്ചാൽ ഒരു മയ്യത്തിനെ വെച്ചിട്ട് അതിനെ കബറിലിറക്കുമ്പോൾ പ്രശ്നം, അവിടെ തസ്ബീഹ് ചെല്ലാൻ പ്രശ്നം, സുന്നത്ത് നടപ്പാക്കാൻ സമ്മതിക്കില്ല, അവിടെ ബിദ്അത്തേ നടക്കൂ എന്ന് തിട്ടൂരം പിടിക്കുന്ന അറിവില്ലാത്ത ജന്മങ്ങൾ, മഹല്ലിൽ ഭരിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ആരാണ് ഇവരെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്ര ഭീകരമാണ്. എൻ്റെ ഒക്കെ നാട് ഫുള്ള് മുജാഹിദുകളുടെ മഹല്ല. അവിടെ ശ്മശാനം മുഴുവൻ മുജാഹിദുകളുടെ കയ്യിലാണ്. അവിടെ എല്ലാ മുസ്ലിങ്ങളെയും വെച്ച് കബറടക്കണം. അവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അവിടെ മുജാഹിദുകൾക്ക് വിവേകം ഉള്ളത് കൊണ്ട്. നിങ്ങൾക്കറിയോ, എൻ്റെ ബാലുശ്ശേരിയിൽ നന്മണ്ടയിലൊക്കെ ആരെ കൊന്നിട്ട് മുജാഹിദുകൾക്ക് മാത്രമേ ഉള്ളൂ ശ്മശാനം, വേറൊറ്റ പാർട്ടിക്കുമില്ല. എല്ലാ മുസ്ലിം സംഘടന അവിടെ കൊണ്ടുപോയി വിട്ടു. മരിച്ചിട്ട് ആ മയ്യത്ത് അവിടെ ഓരോ വിശ്വാസപ്രകാരം കൊണ്ടക്കട്ടെ എന്ന് നിങ്ങളതിന് ബേജാറാവുന്നത്. ഓർക്ക് അവിടെ എന്താ ഓരോ സുന്നത്തോട് മനസ്സിലാക്കി പോട്ടെ, അത് ബിദ്അത്തോ സുന്നത്തോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യാം. പക്ഷെ ഒരു മരിച്ച മയ്യത്ത് വെച്ചിട്ട് പോലും എന്തൊരു കൗമാണ് ഈ കൗമെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കില്ലേ? ഇന്ന് ആലോചിച്ച് നോക്കി, എത്ര ദുഃഖകരമായ വേദനാജനകമായ. പക്ഷെ മരിച്ചു പോയാൽ ഇതൊന്നും അറിയില്ല. എന്ത് പിഴച്ച അവരെന്താ, കഷ്ടമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു സതുദ്ദേശത്തോടുകൂടെ ഒരു സംഗതിനെ കാണാൻ പോലും ഇവിടെ നീ വെക്കാൻ പറ്റൂല, നയ്യ് പുയിങ്ങി അങ്ങ് തിന്നേക്ക്. ഞാൻ ഇനി നിങ്ങളോട് പറയണമെന്നറിയോ, ആ ശ്മശാനത്തിൽ വെക്കാൻ പറ്റില്ല, മരിച്ചിട്ട് മയ്യത്താർ കൊണ്ടുവച്ച് കൊടുക്കുക, തിന്നോട്ടെ. അല്ലെങ്കിൽ തന്നെ ഇറച്ചി ഈറ്റിയാണല്ലോ പണി, മയ്യത്തും കൂടി തിന്നോട്ടെ. ആ മയ്യത്ത് കൂടി തിന്നോട്ടെ എന്ന് ആടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കുക. ഞാൻ ഈരാട്ടുപേട്ടയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരാൾ ഇവിടെ മയ്യത്തൊക്കെ ഉണ്ട്, കാരണം മരിച്ചു കിടന്നാൽ ഞങ്ങളെ പുരയെ കൊണ്ടുവെക്കുന്നു. നമ്മളെ പുര മയ്യത്ത് മരിച്ചിട്ട് പോലെ പുരയിലാണ് മരിച്ചു, ഓല് തിന്നോട്ടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു മനുഷ്യനെയും കുറേയൊക്കെ ഒരു കാലെത്ര മാറി, മനുഷ്യന്മാരെത്ര, ലോകം മുഴുവൻ നെറ്റിലൂടെ കണ്ടിട്ട് ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്തെങ്കിലും ഒരു മാറ്റം. എന്നിട്ട് ഉത്തരേന്ത്യയിൽ മറ്റേ നടക്കണം, മറിച്ചത് എന്തിനും ഉത്തരേന്ത്യ പോണേന്ന് നമ്മുടെ ഇവിടെ അല്ല നടക്കണത്. അവിടെ മറ്റേത് RSS ഇങ്ങനെ ആക്കി. ഇവിടെ നമ്മൾ അതിനേക്കാൾ കഷ്ടമല്ലേ ചെയ്യുന്നത്? പടച്ചോണ്ടാകട്ടെ. ഞാൻ പറഞ്ഞോട് എന്നോട് നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. ഞാൻ കണ്ടതുപോലെയും കേട്ടതുപോലെയും പറയുന്നോണ്ട് പറയാണ്, കഷ്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസികും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹിനെ സൂക്ഷിക്കണം എന്ന് ഓർമ്മ കൊടുത്താണ്. 17-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനങ്ങളൊന്ന് ശ്രദ്ധിക്കും. വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഇയഹ വഹുവ മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്താൽ അത്തരക്കാരുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കും.
ഈ ആയത്തിന്റെ തഫ്സീറിലുള്ള എന്താന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാക്കുക. വമൻ അറാദൽ ആഖിറത വസആ ലഹാ സഇയഹ വഹുവ മുഅ്മിനുൻ ഫൗലൈക കാന. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുക, വിശ്വസിക്കുക എന്നല്ല, പരലോകത്തിന് വേണ്ടി തന്നെ പണിയെടുക്കുക, ഒരു സത്യവിശ്വാസിയായിക്കൊണ്ട് അതിൻ്റെതായ പരിശ്രമം. എന്താണ് ഈ അതിൻ്റെതായ പരിശ്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു വ്യക്തി ഒരു അമല് ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഇഖ്ലാസ് ഉണ്ടാവുക, നിയ്യത്ത് നന്നാവുക, ഇത്തിബാഉർ റസൂൽ, പരലോകബോധം. ഈ 3 സംഗതികളില്ലെങ്കിൽ ഒരമല് സ്വീകരിക്കപ്പെടില്ല. ഒരാൾക്ക് പരലോകബോധമുണ്ട്, പ്രതിഫലം കിട്ടാനാണ്, പക്ഷെ അത് നബി പഠിപ്പിച്ചിട്ടില്ല, ഒരു ബിദ്അത്താണ്, എങ്കിൽ അയാൾക്ക് പ്രതിഫലമില്ല. ഇനി ഒരാൾ ഒരു സുന്നത്ത് തന്നെയാണ് ചെയ്യുന്നത്, പരലോക ബോധവും ഇല്ല, ഇഖ്ലാസും ഇല്ല, എങ്കിലും കിട്ടൂല. ഒരാൾക്ക് ഇഖ്ലാസ് ഉണ്ട്, ഇത്തിബാഉർ റസൂൽ ഇല്ല, എങ്കിലും കിട്ടൂല. ഇത്തിബാഉർ റസൂൽ ഉണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മളൊക്കെ കേട്ട ഒരു ഹദീസാണ് ഏത്, വിശുദ്ധ പ്രവാചക തിരുമേനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മിക്ക ഹദീസ് ഗ്രന്ഥങ്ങളുടെയും ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. അത് പറയുന്നത് നിയ്യത്തനുസരിച്ചാണ് ഓരോ സംഗതികളും സ്വീകരിക്കപ്പെടുന്നത്. ഒരാൾ ദുനിയാവിന് വേണ്ടിയാണ് ഹിജറ പോകുന്നതെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ഒരാൾ ആഖിറത്തിന് വേണ്ടിയാണോ, അത് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു മയ്യത്തിൻ്റെ അടുത്തൊക്കെ വെച്ചിട്ട് സുന്നത്തുകൾ പരമാവധി ചെയ്യുന്നതിന് പകരം നാട്ടിലെ ആചാരവും അന്ധവിശ്വാസവും നടപ്പാക്കാനല്ല. ഏത് ആളുകൾ പറയുന്ന വാചകം തന്നെ എന്താ? അള്ള പറയാണ് ഖുർആനിൽ 5-ാം അധ്യായത്തിൽ അള്ള പറയാണ് 105-ാമത്തെ വചനത്തിൽ 104-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത് അറിയാല്ല? ഖുർആനും സുന്നത്ത് അനുസരിച്ചുള്ള അമലി ചെയ്തോളി എന്ന് പറഞ്ഞാൽ ഓല മേക്കിട്ടെടുക്കുക, ഓല നെങ്ങത്തേക്ക് കയറുക. എന്നിട്ട് എന്താ പറയുന്നത്? കാലുമാ വജദിന് അലയ്യാബാന, ഞങ്ങളുടെ വാപ്പാരും വല്യാപ്പാരും ഒക്കെ ഇവിടെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത്, ഞങ്ങൾ അതേ ചെയ്യുള്ളൂ. നിങ്ങൾ ആലോചിച്ചു, ആ വാചകം ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. കാലുമാ വജദിന് അലയ്യാബാന, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ചെയ്ത അന്ധവിശ്വാസം അതേവിടെ നടക്കൂ, നിങ്ങളെ പുതിയതൊന്നും നടക്കൂല, നിങ്ങളെ ഖുർആനും സുന്നത്തും നിങ്ങൾ കൊണ്ടുപോയിക്കൂടി. അള്ള ഖുർആനിൽ പറയാം. എന്നിട്ട് അള്ള ഒരു ചോദ്യം ചോദിച്ചു, എടോ അവലോ കാല ആബാവും, എൻ്റെ വാപ്പ എനിക്ക് വലുതാ, പക്ഷെ വാപ്പ പൊട്ടനാ, വിവരമില്ലാത്തവനാ. അള്ള പറയാണ് എൻ്റെ വാപ്പ കിട്ടി ഹിദായത്തും കിട്ടിയിട്ടില്ല, ഇജ്ജ് വാപ്പാന്റെ വലിയ പോലീശ പറയുന്നത്, ഹിദായത്തും ഇല്ല, വിവരമില്ല, ആ വിവരക്കേടാണോ ഇജ്ജ് നടപ്പാക്കുന്നത് എന്ന് മോനോട് അള്ള ചോദിക്കുകയാണ്. അള്ളാന്റെ ഗ്രന്ഥമാണ്. അതുകൊണ്ട് മനുഷ്യന്മാരോട് ഞാൻ നിങ്ങളോടൊക്കെ പറയണം, ഒന്നുകൂടി നമുക്ക് ഉഷാറാവണ്ടേ, പഠിക്കണ്ടേ, ഡെയിലി ഞാൻ പറഞ്ഞതിൽ ഒരു 3 ആയത്തൊന്ന് മനസ്സിരുത്തി വായിച്ചൂടെ, ഒന്ന് പഠിച്ചൂടെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര അള്ളാന്റെ വചനത്തെ പോലെ രസമുള്ള സുബ്ഹാനല്ലാഹ് ഉള്ളത് സുഹൃത്തുക്കളെ. അത് വായിച്ചിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു നിർവൃതിയുണ്ട്, അത് സ്വയം ഒന്ന് അനുഭവിക്കണം. അതിനൊരു അല്ല നമുക്ക് അൽ ഖുർആനു റബീഅ ഖൽബി, ഹൃദയത്തിന്റെ വസന്തമായി ഖുർആൻ മാറണം. ഹൃദയത്തിന്റെ വസന്തം. ചിലർക്ക് സിനിമ, ക്രിക്കറ്റ്, ഫുട്ബോൾ താരം, സിനിമ അതല്ല, അള്ളാഹിന്റെ ഗ്രന്ഥം ഹൃദയത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. ഈ പള്ളിയുടെ ഫണ്ടുള്ള ദിവസമാണിത്. ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അത്യാവശ്യം അള്ളാഹു പൈസ തന്ന ആളുകളൊക്കെയാണ് ഇവിടെ വരില്ലേ, അത്യാവശ്യം. എന്നിട്ടും 2000-3000 റുപ്യാണ് പള്ളി ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ നാണക്കേട്. 100 റുപ്യക്ക് വരുമാനമില്ലാത്ത ആളുകൾ എൻ്റെ നാട്ടിലൊക്കെ വരുന്നത്, അവിടെ 6000 റുപ്യെങ്കിലും കിട്ടുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിൽ നിങ്ങൾ എന്നോട് പൊറുക്കുക, ക്ഷമിക്കുക. ഇതേ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയക്കുറ 600 റുപ്യക്ക് അവിടുന്ന് വാങ്ങും, ചെമ്മീൻ 800 റുപ്യക്ക് വാങ്ങും, ഓറഞ്ച് അവിടുന്ന് വാങ്ങും, ആപ്പിള് കാശ്മീരിനാ മറ്റേതാന്ന് പറഞ്ഞിട്ട് അത് 3 കിലോ വാങ്ങും. അപ്പം നിങ്ങൾ കൊടുക്കുന്നത് 1000ആണ്, നിങ്ങൾക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ പള്ളിയിൽ നിന്ന് പിരിവ് കൊടുക്കുമ്പോൾ പഴയ കണ്ടക്ട് കൊടുത്ത് ഉണങ്ങി 5 റുപ്യ എടുക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ, അത് കുഞ്ഞിപ്പള്ളിയിൽ നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് അമ്പസുകേടാ, ക്ഷമിക്കുക. ഇന്ന് പള്ളി ഫണ്ടുള്ള ദിവസമാണ്, ഇനി ഞാൻ പറയില്ല, നിങ്ങൾ കൊടുത്തേക്ക്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവിധ ചിന്മയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ചിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാക്കട്ടെ. ശിർക്കിൽ നിന്നും കുഫ്റിൽ നിന്നും നന്ദികേടിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മൾ ഉൾച്ചേർക്കുമാറാകട്ടെ. അള്ളാഹുവിനെ മറന്നുകൊണ്ട് പടപ്പുകളെ ഓർക്കുന്ന ആ ഗതികേടിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. പടച്ചോനിലേക്ക് ജീവിതത്തെയും ഹൃദയത്തെയും മടക്കിക്കൊണ്ടുപോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർക്കുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.